ഗസക്കാരെ ഫലസ്തീൻ ദേശത്തിന് പുറത്തേക്ക് മാറ്റണമെന്നുള്ള ട്രംപിൻ്റെ നിർദ്ദേശത്തിന് പിന്നാലെ വിഷയം അറബ് മേഖലയിലാകെ തീ പിടിപ്പിക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിലുള്ള വാഗ്വാദമായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന് കനത്ത മറുപടിയാണ് ഇന്ന് സൗദി അറേബ്യ നൽകിയത്. فهذه هي القضية الأساسية والرئيسية للمملكة السعودية وهي أيضا القضية الإسلامية العربية الأولى. 37 വർഷം മുമ്പ് ഫലസ്തീൻ വിഷയത്തിൽ നിലപാട് പറഞ്ഞതാണ് സൗദി അറേബ്യ. അത് വീണ്ടും ലോകശ്രദ്ധ നേടിയ ആഴ്ചയാണ് ഈ വിട വാങ്ങുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുടെ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് സൗദി നിലപാട് ആവർത്തിച്ചത്. സൗദി വിദേശകാര്യ മന്ത്രാലയം നിലപാട് വിശദീകരിച്ച് പറയുന്നത് ഇക്കാര്യങ്ങളാണ്. 1967 അതിർത്തികളോടെ ഫലസ്തീൻ രാഷ്ട്രം പിറക്കണം. അതിലേക്കുള്ള വഴിയൊരുങ്ങാതെ ഇസ്രയേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൗദി കിരീടാവകാശി പ്രഖ്യാപിച്ചതാണ്. ആ നിലപാട് വിട്ടുവീഴ്ചയില്ലാത്തതും ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതാണെന്നും പ്രസ്താവന പറയുന്നു. ഗസക്കാരെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാനുള്ള നീക്കം, ഇസ്രയേലിന്റെ വെസ്റ്റ് ബാങ്കിലെ അധിനിവേശം എന്നിവയെ അന്താരാഷ്ട്ര സമൂഹം എതിർക്കണം. ഗസക്കാരെ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് മാറ്റണമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ വാക്കുകൾ എന്നതും ശ്രദ്ധേയമാണ്. ഫലസ്തീന് അവകാശങ്ങൾ ലഭിക്കാതെ മേഖലയിൽ സമാധാനം ഉണ്ടാകുമെന്ന് കരുതേണ്ടെന്ന് US-ലെ ഇപ്പോഴത്തെയും മുമ്പത്തെയും ഭരണകൂടത്തെ അറിയിച്ചതാണെന്നും സൗദി പ്രസ്താവനയിൽ വിശദീകരിക്കുന്നുണ്ട്. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ സൗദിയുമായി ഇസ്രയേലിന്റെ ബന്ധം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പുരോഗതി അറിയിക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇതിനിടയിലാണ് സൗദി നിലപാട് വീണ്ടും വ്യക്തമാക്കുന്നത്. അതിനിടെ ഇസ്രയേൽ ബന്ധത്തിന് ഫലസ്തീൻ രാഷ്ട്രമെന്ന ഉപാധി സൗദി അറേബ്യ വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. സൗദിയുടെ നിലപാട് വീണ്ടും ആവർത്തിച്ചതോടെ അറബ് ലോകത്തും പ്രതിഫലനമുണ്ടായി. UAE മുതൽ വിവിധ അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ പ്ലാനിനെതിരെ പരസ്യമായി രംഗത്തെത്തി. പ്രസ്താവനകളെങ്കിലും അത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം വേറെയാണ്. ഒടുവിൽ ട്രംപ് ഇന്നലെ പറഞ്ഞത് ഗസയിലെ പ്ലാനുകൾ നടപ്പാക്കാൻ ധൃതിയില്ലെന്നാണ്. ട്രംപിന്റെ പ്രസ്താവന ഒരു റിയൽ എസ്റ്റേറ്റുകാരന്റെ ജൽപ്പനങ്ങളെന്ന് സൗദിയിലെ X പ്ലാറ്റ്ഫോമുകളിലും പ്രതികരണങ്ങൾ വന്നിരുന്നു. സൗദി ഇസ്രായേൽ ബന്ധത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇനി പരിശോധിക്കുന്നത്. സൗദി അറേബ്യ ഈ സമയം ഫലസ്തീൻ അനുകൂലമായി പ്രതികരിച്ചതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. 2023 സെപ്റ്റംബറിൽ മാധ്യമ അഭിമുഖത്തിൽ സൗദി കിരീടാവകാശിയോട് ഇസ്രയേലുമായി അടുക്കുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. ഓരോ ദിവസവും അടുക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു അന്ന് മറുപടി. യമൻ, സിറിയ, ലെബനോൻ, ഇറാഖ് തുടങ്ങി മേഖലയിൽ പാശ്ചാത്യ ഇടപെടൽ മൂലം അസ്ഥിരമായ പല രാജ്യങ്ങളുണ്ട്. അവരോടെല്ലാം സമാധാന വഴിയിലൂടെ ഇടപെട്ടാണ് പോയ വർഷം സൗദി പോയത്. സൗദി അറേബ്യയിലെ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും വിഷൻ 2030ന്റെ ഭാഗമായുള്ള കാഴ്ചപ്പാടുകൾക്കും മേഖലാ അന്തരീക്ഷം സമാധാനപരമായിരിക്കണം. ഇതിനിടയിൽ മേഖലയെ അസ്ഥിരമാക്കുന്ന ഇന്നും പ്രധാനപ്പെട്ട വിഷയമാണ് ഫലസ്തീനും ഇസ്രയേലും. ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാതെ സൗദിക്ക് മേഖലയിലെ സാമ്പത്തിക പദ്ധതികൾ പൂർത്തിയാക്കാനാകില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം US-ഉമായുള്ള ബന്ധമാണ്. US ശരീരമാണെങ്കിൽ ഇസ്രയേൽ അതിന്റെ ആത്മാവാണ്. ഇസ്രയേലിന് മേഖലയിൽ വളരാനും സഹകരണത്തിനും സൗദി പിന്തുണ ആവശ്യമുണ്ട്. സൗദിക്കത് തിരികെ വേണ്ടെങ്കിലും US-ന് അത് വേണം. അതായത് US എന്തെങ്കിലും സൗദിക്ക് ചെയ്തു നൽകണമെങ്കിൽ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കണമെന്നതാണ് ട്രംപിന്റെ നിലപാട്. പകരം സൗദിക്കാവശ്യമായ എല്ലാ സുരക്ഷയും US ഉറപ്പാക്കും. ഇറാൻ അനുകൂല സഖ്യങ്ങളുടെ ഭീഷണി പലതവണ നേരിട്ട സൗദി അത് ആഗ്രഹിക്കുന്നുമുണ്ട്. ഇതിനാൽ US-ന്റെ സഹകരണം ആവശ്യമുള്ള പ്രതിരോധം, ആണവ മേഖല, സുരക്ഷാ മേഖല എന്നിവയിൽ ഊന്നിയാണ് സൗദി വിഷയത്തിൽ നിലപാടെടുക്കാറുള്ളത്. അങ്ങനെയാണ് ട്രംപിന്റെ ആദ്യ ടേമിൽ പ്രധാന ചർച്ചകൾ ഇസ്രായേൽ സഹകരണ വിഷയത്തിൽ നടന്നതും. സൗദി ഇസ്രായേൽ ബന്ധം വേഗത്തിലാകുമെന്ന് ഭരണത്തിന്റെ 2ാം വരവിൽ ട്രംപ് പറഞ്ഞതും അതാണ്. പക്ഷേ ട്രംപിന്റെ 2ാം വരവിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഗസക്കാരെ മാറ്റാനുള്ള ട്രംപിന്റെ പ്ലാൻ ഏതെങ്കിലും ഡ്രാമയുടെ ഭാഗമാണോ എന്നത്
മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും സൗദി അതിനെ എതിർത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം ആവർത്തിക്കുന്നുണ്ട്: ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് വഴിയൊരുങ്ങാതെ, ദ്വിരാഷ്ട്ര ഫോർമുല ഇല്ലാതെ ഇസ്രയേലുമായി ബന്ധമില്ലെന്ന്. ഇതോടെ ട്രംപിന്റെ ആദ്യ പദ്ധതി പൊളിഞ്ഞെന്ന് പറയാം. അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അസ്വാഭാവികമായ പിന്തുണയാണ് സൗദിയുടെ ഫലസ്തീൻ നിലപാടിന് സൗദികൾക്കിടയിൽ ലഭിച്ചത്. ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഏറെ ഇടപെട്ട തുർക്കി അൽ ഫൈസൽ രാജകുമാരന്റെ കത്തും ഇതിനിടെ കത്തിപ്പടർന്നു. ഇസ്രായേലിനെ പിന്തുണച്ച യുഎസിനെതിരെ എണ്ണ ഉൽപാദനം നിർത്തിവെച്ച് ലോകത്തെ ഞെട്ടിച്ച ഫൈസൽ രാജാവിന്റെ മകനാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ. സൗദിയുടെ മുൻ യുഎസ് അംബാസിഡറായും സൗദി റോയൽ കോർട്ടിന്റെ ഉപദേഷ്ടാവായും ഇന്റലിജൻസ് വിഭാഗം മുൻ മേധാവിയായും ശ്രദ്ധേയനാണ് ഇദ്ദേഹം. ഫലസ്തീൻ അതോറിറ്റി ഹമാസ് ചർച്ചകളിലും ഇസ്രയേലുമായുള്ള ഫലസ്തീൻ വിഷയങ്ങളിലും ഇടപെട്ട വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹം ട്രംപിന് മാധ്യമങ്ങളിലൂടെ എഴുതിയ കത്താണ് ശ്രദ്ധ നേടിയത്. അതിലെ പ്രധാന ഉള്ളടക്കങ്ങൾ ഇങ്ങനെയാണ്: ഫലസ്തീൻ ജനത അനധികൃത കുടിയേറ്റക്കാരല്ല. ഇസ്രയേലാണ് അവരുടെ വീടുകൾ തകർത്തത്. ഓരോ കൂട്ടക്കൊലയ്ക്ക് ശേഷവും അവർ വീടുകൾ നിർമ്മിക്കുന്ന പോലെ ഇത്തവണയും നിർമ്മിക്കും. ഗസയിലെ ജനതയിൽ ഭൂരിഭാഗവും അഭയാർത്ഥികളാണ്. 1948 മുതലുള്ള ഇസ്രയേലിന്റെ വംശഹത്യയാണ് ഇതിനെല്ലാം കാരണം. രണ്ടാം ലോക മഹായുദ്ധക്കാലത്ത് യൂറോപ്പിൽ നിന്നെല്ലാം വന്നവർ ഭീകരത നടത്തിയാണ് ഫലസ്തീനികളുടെ ഭൂമി പിടിച്ചെടുത്തത്. അവരെ കൊന്ന് വംശഹത്യ നടത്തി. ഇസ്രയേൽ എന്ന കൊലപാതകങ്ങൾക്ക് അന്ന് കൂട്ടുനിന്നവരാണ് യുഎസും യുകെയുമെന്ന് ഓർക്കണം. അവരെ ഗസയുടെ മണ്ണിൽ നിന്നും ആട്ടിയോടിക്കാനാണ് ശ്രമം. അങ്ങനെയെങ്കിൽ അവരെ അയക്കേണ്ടത് ഒലിവിന്റെയും ഓറഞ്ചിന്റെയും മണ്ണായ ജഫയിലേക്കും ഹൈഫയിലേക്കുമാണ്. ഇസ്രയേൽ കൂട്ടക്കൊല നടത്തി മോഷ്ടിച്ച് വീടുകൾ സ്ഥാപിച്ച പ്രദേശങ്ങളെ ചൂണ്ടിക്കാട്ടി തുർക്കി അൽ ഫൈസൽ എഴുതിയ കത്ത് കൊണ്ടത് പക്ഷേ ഇസ്രയേലിനാണ്. അതിന് നെതന്യാഹുവിന്റെ പ്രതികരണവും വന്നിരുന്നു. നിങ്ങൾ അറബ് ലോകത്ത് സമാധാനത്തിന് ശ്രമിച്ച ആളാണെന്നും ട്രംപിനോട് പറയുന്ന തുർക്കി അൽ ഫൈസൽ രാജകുമാരന്റെ കത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ. ജെറുസലേം ആസ്ഥാനമായി രാഷ്ട്രത്തിനുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശം വകവെച്ചു കൊടുക്കുക. സൗദിയുടെ പ്രതികരണത്തോടും ഈ കത്തിനോടുമെല്ലാം നെതന്യാഹു പ്രതികരിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾ സൗദിയിൽ ഫലസ്തീനികളെ താമസിപ്പിച്ചോളൂ, ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ എന്നായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി. ട്രംപിന്റെ ആദ്യ നീക്കം തന്നെ പൊളിക്കുന്നതായിരുന്നു ഈ പ്രതികരണങ്ങളെല്ലാം. സൗദി ഇസ്രയേൽ ബന്ധം മുന്നോട്ട് തന്നെ പോകുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. സൗദിയുമായി ബന്ധം ഉടനുണ്ടാകുമെന്നും നെതന്യാഹു ഇന്നലെയും പറഞ്ഞു. 6 ദിവസത്തോളമാണ് നെതന്യാഹു യുഎസിൽ ചിലവഴിച്ചത്. അതിലെ രഹസ്യ ചർച്ചകൾ അവ്യക്തമാണ്. ഇനി എന്തെല്ലാം സംഭവിക്കുമെന്നതും കാത്തിരുന്ന് കാണണം. ദ്വിരാഷ്ട്ര ഫോർമുല നടക്കില്ലെന്ന് മാത്രമല്ല, ഫലസ്തീൻ എന്ന രാഷ്ട്രമേ പാടില്ല എന്ന നിലപാട് ഇന്നലെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഫലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റിക്കോളൂ എന്ന ഇസ്രയേലിന്റെ പ്രസ്താവനക്കെതിരെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഫലസ്തീൻ രാഷ്ട്രം സാധ്യമല്ലെന്ന ഇസ്രയേലിന്റെ പ്രസ്താവനക്കെതിരെയും സൗദിയിലേക്ക് മാറ്റിക്കോളൂ എന്ന പരിഹാസത്തിനും സൗദി ഇന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഇതാണ്: കാലം എത്രയെടുത്താലും ഫലസ്തീന്റെ മണ്ണ് അവർക്ക് തന്നെയായിരിക്കും. ഇസ്രയേലിന്റെ തീവ്ര ചിന്താഗതിയാണ് സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്നത്. ഫലസ്തീൻ എന്ന മണ്ണിനോട് അറബ് ജനതയ്ക്കുള്ള വൈകാരികവും നിയമപരവും ചരിത്രപരവുമായ ബന്ധം മനസ്സിലാക്കാൻ അധിനിവേശ മനസ്സുള്ള ഇസ്രയേലിന് കഴിയില്ല. ഫലസ്തീനികളെ ആട്ടിയോടിക്കാൻ അവർ കുടിയേറ്റക്കാരല്ല. ഗസയെ തകർത്ത് മനുഷ്യന്റെ വികാരമോ ധാർമ്മികതയോ ഇല്ലാതെ കൊന്നവരാണ് ഇസ്രയേൽ. പരസ്പര സഹകരണത്തോടെ കഴിയാനുള്ള അറബ് രാജ്യങ്ങളുടെ സമാധാന ഫോർമുല ഇല്ലാതാക്കിയതും ഇസ്രയേൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു കാര്യം തറപ്പിച്ചു പറയുന്നു: ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാക്കാതെ സമാധാനം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ കരുതേണ്ട. ഇതാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഫലത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതാണ് ഫലസ്തീൻ ജനതയും ആഗ്രഹിച്ചത്. നേരെ എളുപ്പത്തിൽ ഇസ്രയേലുമായി ബന്ധം എന്ന നിലയിൽ നിന്ന് ഈ നിലപാടെടുക്കാൻ സാധിച്ചത് ഗസ യുദ്ധം കാരണമാണെന്ന് പറയാം. ഇസ്രയേലും യുഎസും ഫലസ്തീൻ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സൗദി ഇനി ഇസ്രായേൽ ബന്ധത്തിലേക്ക് പോകില്ല എന്നതാണ് ഇന്നത്തെ സ്ഥിതി. സൗദിയുടെ ഏറ്റവും അടുത്ത ബിസിനസ് പങ്കാളി എന്ന് ട്രംപിനെ വിശേഷിപ്പിക്കാം. മരുമകൻ ജറാദ് കുഷ്ണർ സൗദിയിലെ ബിസിനസ്സുകാരൻ കൂടിയാണ്. ജിദ്ദയിലും റിയാദിലുമെല്ലാം അവരുടെ ബിസിനസ് പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട്. യുഎസുമായി സൗദി ബന്ധം കൂടുതൽ ഊഷ്മളമാവുക തന്നെ ചെയ്യും. പരസ്പരമുള്ള വ്യാപാരവും ട്രംപിന്റെ ടേമിൽ മെച്ചപ്പെടും.
സൗദിയിലേക്ക് ഉടൻ സന്ദർശനമുണ്ടാകുമെന്നും ട്രംപ് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. അതിനു മുന്നോടിയായി ഈ വിഷയങ്ങളെല്ലാം വീണ്ടും ചർച്ചയാകും. ഫലസ്തീൻ മുമ്പെങ്ങുമില്ലാത്ത വിധം ഇന്ന് ലോകത്തിന്റെ വിഷയമാണ്. മാത്രമല്ല, സൗദിക്കകത്ത് ജനതയുടെ വൈകാരിക വിഷയമായും അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പൊടുന്നനെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. തകർന്നു കിടക്കുന്ന ഗസയും ഇസ്രയേൽ തകർത്തുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ബാങ്കിലും കനലടങ്ങില്ല. സ്വന്തം രാഷ്ട്രമെന്ന ഫലസ്തീന്റെ പൂർണ്ണതയില്ലാതെയുള്ള ഏത് നീക്കവും മേഖലയെ അസ്ഥിരമാക്കുമെന്ന് സൗദി ഭരണകൂടത്തിനും അറിയാം. അതുകൊണ്ട് ഫലസ്തീനിലെ പോരാളികളുടെ പോരാട്ടം വിജയിക്കുക തന്നെയാണ്. കൂടെയുണ്ടെന്ന് ആവർത്തിച്ച് സൗദി പറയുമ്പോൾ ഈ യുദ്ധം ഗസയുടെ, ഫലസ്തീന്റെ വിജയമായി മാറുകയാണ്.